ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷനും വൈറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. പിന്നെ കുറച്ച് ചോറും വേണം. രണ്ട് നുള്ളു ഉപ്പും 2 നുള്ളു കുരുമുളക് പൊടിയും ഈ മുട്ടയിലേക്ക് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചത്. എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചേർത്തത്. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനാണ്. വളരെ ചെറുതായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്തത്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർക്കുന്നത്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. വെജിറ്റബിൾസൊക്കെ വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഈ വെജിറ്റബിൾസൊക്കെ സൈഡിലേക്കൊന്ന് ഒതുക്കി വെക്കുകയാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. വെജിറ്റബിൾസ് മാത്രം വഴറ്റിയെടുത്താൽ മതി. മുട്ട നമുക്ക് ആവശ്യമെങ്കിൽ വേറൊരു പാനിൽ ആദ്യം ഒന്ന് ചിക്കി വറുത്തെടുത്ത ശേഷം ഈ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്താലും മതി. ഞാൻ സാധാരണ ഒരേ പാനിൽ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്താം. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് സോയാ സോസാണ്. 1/2 ടീസ്പൂൺ സോയാ സോസാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച ചോറാണ് ചേർക്കാനുള്ളത്. 2 കപ്പ് ബാസ്മതി റൈസാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രമേ ചോറ് ചേർക്കാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോറ് വേവിച്ച് വെക്കുകയാണെങ്കിൽ തലേദിവസം തന്നെ ചോറ് തയ്യാറാക്കി ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത ദിവസം രാവിലെ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷനാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.